ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കൊളീഗിന്റെ ഒരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ അവർ വന്ന ഒരു ജീവിതാനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്തു. എന്നോട് പറഞ്ഞു, ചേച്ചി റീലൊക്കെ ചെയ്യുന്നല്ലേ ചേച്ചി, ഇത് വെച്ച് റീൽ ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ റീല് എന്താ പറഞ്ഞ ആക്ട് ചെയ്തെടുക്കാനുള്ള സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു സ്റ്റോറി ആയിട്ട് പറയാമെന്ന്. എന്താന്ന് വെച്ചാൽ അവിടെ ഇവിടെ നടന്ന ഒരു സംഭവമാണ്, പക്ഷെ അത് ഫണ്ണിയാണ്, എന്നാൽ ഉള്ള ഒരു ശരിക്കുള്ളൊരു ജീവിത അനുഭവം ഷെയർ ചെയ്തത് കേട്ടോ. അപ്പൊ എന്താ നമ്മൾ കേൾക്കാം. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ആക്ച്വലി യൂറോപ്യൻ കൺട്രികളിലൊക്കെ ആൾക്കാരെ കയറ്റി വിടുന്ന കൺസൾട്ടൻസിൽ നന്നായിട്ട് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് പുള്ളിക്കാരന് ജോലിയൊന്നും കിട്ടിയില്ല. ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആകെ ഒരു അപ്സെറ്റ് ആകുമല്ലോ. അപ്പോൾ കിട്ടുന്ന ജോലി എന്താണെങ്കിലും പോകാമെന്ന് വിചാരിക്കും പുള്ളിക്കാരൻ. അപ്പം വലിയ പഠിപ്പൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, ആ പഠിപ്പിനുള്ള ജോലി കിട്ടില്ല, നമ്മൾ കിട്ടിയതനുസരിച്ച് പോകൂലേ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്, ഇവിടുത്തെ ഫിഷ് വീക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ക്യാൻബറയിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഫിഷ് വീക്കിലെ മാർക്കറ്റിൽ ജോലി കിട്ടി. അപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതില്ലേ ആക്ച്വലി വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പം അവൻ്റെ ജോലി എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഈ വലിയ ട്രക്കിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വരും, അത് ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യണ്ടേ. അപ്പം അവർ പറയും ഇവിടുന്ന് വലിയ വലിയ സാധനങ്ങൾ ചെറിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഓരോ വെജിറ്റബിളിന്റെ പേര് പറഞ്ഞിട്ട് അത് 100 കിലോ, ഇത് 100 കിലോ, പൊട്ടറ്റോ 100 കിലോ എന്നൊക്കെ. പൊട്ടറ്റോ ഒക്കെ നമുക്കറിയാം, ചില വെജിറ്റബിളിന്റെ പേരൊക്കെ പറഞ്ഞാൽ നമുക്കും അറിയത്തില്ലല്ലോ അത് എന്ത് സാധനമാണ്, അപ്പോൾ അത് എവിടെ ഇരിക്കുന്നതെന്നൊക്കെ തപ്പി കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ ഇവൻ തപ്പി പിടിച്ച് നടക്കുന്ന കണ്ടപ്പോൾ ഇവരുടെ മാനേജറിന് മനസ്സിലായി ഇവൻ ഇതിന് പല സാധനങ്ങളും അറിയില്ല എവിടെ ഇരിക്കുന്നതെന്ന്. അന്നാ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, ഇനി മുതൽ ഈ പണി ചെയ്യാണ്ട് നിനക്ക് വേറൊരു പണി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് ഇവന് വേറൊരു പണി കൊടുത്തു. എന്താ പണിയെന്നറിയാം? പുല്ല് പറിക്കണം എന്ന് പറഞ്ഞാൽ റോഡിന്റെ അരികിലൊക്കെ നിന്ന് പുല്ല് പറിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ പറയണ, എൻ്റെ ചേച്ചി ഞാൻ ആ പുല്ല് പറിച്ചോണ്ടിരിക്കുമ്പോൾ ഓരോ പുല്ല് പറിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ ഞാൻ പണ്ട് കയറ്റി വിട്ട ആരെങ്കിലും ഏതെങ്കിലും തമിഴനോ ആരെങ്കിലും ഇതിലേ വന്നിട്ട് എന്നെ വന്ന് കണ്ടിട്ട് സാർ നീങ്ങളാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, എന്റെ അവസ്ഥ ഓർത്തിട്ട് ഓരോ പുല്ല് പറിക്കുമ്പോഴും ഞാൻ ആ കാര്യം ഓർത്തോണ്ട് പറിക്കുമായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ സത്യത്തിൽ അവൻ ഫണ്ണിയായിട്ട് പറഞ്ഞെങ്കിലും നമുക്ക് ഒരു റിയൽ അനുഭവമാണ് സത്യത്തിൽ. ഇവിടെ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ പോകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളുടെയും ഒരു അനുഭവമാണ് പറഞ്ഞത് കേട്ടോ. അവൻ ആ ഒരു മോട്ടിവേഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് ഉയർന്ന് ഇപ്പം നന്നായിട്ട് സോഷ്യൽ വർക്കറൊക്കെ പഠിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓഫീസിൽ. അപ്പൊ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് കാണാറുണ്ട്. അപ്പൊ കാണുമ്പോൾ പറയുന്നതാണ് സംഭവം. അപ്പൊ ഞങ്ങളിപ്പോ അവനെ കളിയാക്കി ഇടയ്ക്കിടയ്ക്ക് പറയും, സാർ നീങ്ങളാ.